ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വർക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു വീടിൻ്റെ ചുറ്റുഭാഗമാണ് ഈ വർക്ക് ചെയ്യുന്നത്. സൈഡിലൊക്കെ കുറച്ച് മണ്ണൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഉറപ്പുള്ളതാണ്, അതായത് വെട്ടുകല്ല് പാറയാണ്. അപ്പം മെഷീൻ വെച്ചിട്ടാണ് നമ്മളിവിടെ കുഴികളെല്ലാം എടുത്തിട്ടുള്ളത്. പിന്നെ കുറേ ഭാഗത്തൊക്കെ ഒരു വെട്ടുകല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു, അതും ചെത്തിയെടുത്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് കേട്ടോ. നമുക്കിപ്പോൾ കാണാം, ആ വെട്ടുകല്ലെല്ലാം പൊട്ടിച്ച് കൃത്യമായിട്ട് നമ്മൾ പോസ്റ്റുകളെല്ലാം നിർത്തുന്നുണ്ട്. അതിൽ കോൺക്രീറ്റ് എല്ലാം ഇട്ട് ഉറപ്പിച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, വർക്ക് നമ്മൾ ചെയ്യും. അതുപോലെ നമ്മൾ എല്ലാ സ്ഥലത്തും കാലുകളെല്ലാം ഉറപ്പിച്ച് കോൺക്രീറ്റ് ഇട്ട് നിർത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഇഷ്ടിക പോയിൻ്റ് പോലത്തെ ഡിസൈനും പിന്നെ മുകളിൽ ഒരു ജാലിയുള്ള സ്ലാബും, അങ്ങനെ 5.25 അടി ഹൈറ്റിലാണ് ഈ വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓരോ കാലുകൾ തമ്മിലുള്ള അകലം 5 അടിയാണ്, അതായത് ഒരു സ്ലാബിൻ്റെ വീതി വന്നിട്ട് 5 അടിയാണ് വരിക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പില്ലറുകളുടെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.4 സൈസ് വരിക. നമ്മളിപ്പോൾ ഒരു ലെയർ സ്ലാബ് ഇട്ടിട്ടുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ചില ഭാഗത്തെല്ലാം 2 സ്ലാബും ഇട്ടിട്ടുണ്ട്. ഈ വർക്ക് നമുക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് 2 ദിവസം മാത്രമാണ്. 2 ദിവസം കൊണ്ട് നമ്മൾ ഇത്രയും ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ 2 മോഡൽ ആ സാറിന് ഇട്ട് കാണിച്ചു കൊടുത്തതാണ്. ജാളി ഉള്ളതും ഇല്ലാത്തതും ഇട്ട് കാണിച്ചു കൊടുത്തിരുന്നു. ആൾക്കത് ഏത് മോഡൽ വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചു കൊടുത്താണ്. അങ്ങനെ അവർ കൺഫേം ആക്കിയിട്ടാണ് നമ്മൾ മുകളിൽ ഒരു ജാളിയുള്ള സ്ലാബ് വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തത്. അപ്പോൾ ഇതുപോലെയുള്ള വർക്ക് ആവശ്യത്തിന് ഓൾ കേരള നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കേരളത്തിലെ എല്ലാ ജില്ലയിലും നമുക്ക് ഈ വർക്കുകൾ ചെയ്യാൻ സാധിക്കും. സ്ലാബ് മതിലുണ്ട്, മുള്ളുകമ്പി ഉണ്ട്, നെറ്റിൻ്റെ വർക്കുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത്. ഇതുപോലെയുള്ള ഭാഗങ്ങളിലും നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുണ്ട്. മണ്ണിൻ്റെ തിട്ടാണ് 2 സൈഡിലും വരുന്നത്. ആ ഭാഗത്തെല്ലാം നമ്മൾ ഇതുപോലെ സ്ലാബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മണ്ണ് ഇടിഞ്ഞു വീഴുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഇത് നമുക്ക് അത്രയും പിടിച്ചു നിർത്താനൊന്നും സാധിക്കില്ല. ഇത് അങ്ങനെ ഉറപ്പുള്ള മണ്ണ് വെട്ടുകല്ല് പാറ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഇതേ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു വിഷയമാണ് നിങ്ങൾ കാണുന്നത്. കുറഞ്ഞ സമയവും അതായത് കുറഞ്ഞ ചെലവും ആണ് നമ്മുടെ മെയിനായിട്ട് വരുന്നത്. പിന്നെ കാണാനുള്ള ഭംഗിയും, അതാണ് നമ്മുടെ വർക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ നിങ്ങളാകെ ചെയ്യേണ്ടത് പെയിൻറ്റിങ് മറ്റുള്ള കാര്യങ്ങൾ മാത്രമാണ്. വേറെ നമുക്ക് അഡീഷണലായിട്ട് വേറെ വർക്കുകളൊന്നും വരില്ല മതിൽ കെട്ടാനായിട്ട്. ഫൗണ്ടേഷന് ശരിക്കും ആവശ്യമില്ല. ഇവിടെ ഫൗണ്ടേഷൻ ഇട്ടതുകൊണ്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ്റെ മുകളിൽ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ കംപ്ലീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ട് ഉള്ള ഒരു വീഡിയോ ഞാൻ ഇനി എടുത്തിട്ട് ഇടാം. ഇപ്പോൾ അവർ പാവിങ്സ് എല്ലാം ചെയ്തിട്ടുള്ളൂ. ഓരോ വർക്കുകളായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വീട് വെക്കുന്നത് കൊണ്ട് പിന്നെ ഒരു ബഡ്ജറ്റ് മതിലിന് വരുമല്ലോ എന്ന് വെച്ചിട്ടാണ്